വാഗത്താനത്ത് ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ അരനൂറ്റാണ്ട് പിന്നിട്ടൊരു പ്രതിഭയുണ്ട്. അദ്ദേഹത്തെയാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുത്തുന്നത്. ജീവിതത്തിൻ്റെ സുന്ദര നിമിഷങ്ങളെ ഓർമ്മകളിലേക്ക് സൂക്ഷിക്കേണ്ടതിനായി ഒറ്റ ക്ലിക്കിൽ പകർത്തിയെടുക്കുന്നവരാണ് ഫോട്ടോഗ്രാഫർമാർ. ഇത് പാത്താമുട്ടം കുഴിയാത്ത വീട്ടിൽ KI എബ്രഹാം, വാഗത്താനംകാരുടെ സ്വന്തം പാപ്പച്ചൻ. 1972 ഏപ്രിൽ 14 വിഷുദിനത്തിലാണ് രൂപകല എന്ന ഈ സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്തത്. വാഗത്താനത്തിൻ്റെ കലാസാംസ്കാരിക ചരിത്രത്തോടൊപ്പം അരനൂറ്റാണ്ട് പിന്നിട്ടു. നിരവധി നിരവധി അനുഭവ സമ്പത്തുള്ള പാപ്പച്ചായൻ മനസ്സു തുറക്കുന്നു. 52 വർഷത്തെ ഈ ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നേരത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കളറായി, കളർ ഫോട്ടോ ആയി, ഇപ്പോൾ പിന്നെ ഡിജിറ്റൽ ആയി. ടെക്നോളജികൾക്കുണ്ടായ മാറ്റം എന്തെന്ന് പറയാൻ പറ്റുമോ വെച്ചാൽ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമായിരുന്നപ്പം ഡാർക്ക് കോമിൽ വെച്ച് വേണം ഫിലിമൊക്കെ കഴുകാനും അതുപോലെ തന്നെ കോപ്പി എടുക്കാനും ഒക്കെ. അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം എന്ന് പറഞ്ഞാൽ ഫീൽഡ് ക്യാമറ ആയിരുന്നു. അത് ഒരുതപ്പെട്ടവരെ കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യമല്ലായിരുന്നു. അത് ഫോക്കസ് ചെയ്ത് പടം അതുപോലെ അതിനകത്ത് നോക്കി ആളിനെ അതിൻ്റെ പാസ്പോർട്ട് സൈസ് ആണെങ്കിൽ ആ സൈസ് ആക്കണം. അതുപോലെ തന്നെ ആൾക്കാരുടെ അനുസരിച്ച് പാസ്പോർട്ട് സൈസ്, ക്വാർട്ടർ സൈസ്, ക്യാബിനറ്റ് സൈസ്, ഫുൾ സൈസ്, ഇങ്ങനെ 4 ഐറ്റങ്ങളായിരുന്നു. അതിനകത്ത് പേപ്പർ എന്ന് പറഞ്ഞാൽ 4 ഇനം പേപ്പറായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ ഫിലിമിൻ്റെ അനുസരിച്ച് ഓരോ പേപ്പറുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പടം എടുത്തു കഴിഞ്ഞാൽ അത് ഡാർക്ക് കോമിൽ കൊണ്ടുപോയി വേണം വാഷ് ചെയ്യാനുണ്ട്. വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് 5 കെമിക്കൽസ് ഉണ്ട്. മീറ്റോൾ, സൾഫേറ്റ്, ഹൈഡ്രോക്വിനിൻ, കാർബണേറ്റ്, ബ്രോമൈഡ്, ഇങ്ങനെ 5 കെമിക്കൽസ് കൂട്ടി വേണം ഇത് ചെയ്യുവാനായിട്ട്. അതുപോലെ തന്നെ പേപ്പർ, സോഫ്റ്റ്, സ്പെഷ്യൽ, നോർമൽ, ഹാർഡ്, ഇങ്ങനെ 4 ഇനം പേപ്പറായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഫിലിം വാഷ് ചെയ്ത് അത് നോക്കുമ്പോൾ നമുക്കറിയാം ഏത് പേപ്പറാണ് വേണ്ടിയെന്നുള്ളത്. ആ പേപ്പറിൻ്റെ അനുസരിച്ച് ഡാർക്ക് റൂം വെച്ച് എല്ലാവരുടെ ഫിലിം വെച്ച് അത് അങ്ങനെയാണ് കോപ്പി എടുത്തുകൊണ്ടിരുന്നത്. പല മുഖ്യമന്ത്രിമാരും രാഷ്ട്രീയക്കാരും ചലച്ചിത്ര താരങ്ങളും പാപ്പച്ചായൻ്റെ ഫ്രെയിമിൽ ഇതിനോടകം പതിഞ്ഞിട്ടുണ്ട്. ക്യാമറയ്ക്കുള്ളിൽ പതിയുന്നതിന് മുൻപ് മനസ്സിനുള്ളിൽ ചിത്രം പതിയണം. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. ഫോട്ടോഗ്രാഫി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നായിരുന്നു? എനിക്ക് ചെറുപ്പം മുതലേ ചിത്രകലയോട് വലിയ താല്പര്യമായിരുന്നു. ഞാൻ ഫ്രീഹാൻഡ് ഡ്രോയിങ്ങിനകത്ത് ഫ്രീഹാൻഡ് ഡിസൈനും പെയിൻറ്റിങ്ങും പാസ്സായതാണ്. അപ്പോൾ എൻ്റെ നേരത്തെ ജോലി എന്താണെന്ന് വെച്ചാൽ ഫോട്ടോ വര, ബോർഡ് എഴുത്ത്, ബാനർ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ എനിക്ക് ഫോട്ടോഗ്രാഫി പഠിക്കുന്ന താല്പര്യം തോന്നി. ഇങ്ങനെ ഫോട്ടോഗ്രാഫി പഠിച്ചു നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് എൻ്റെ ജീവിതകാലം മുഴുവൻ ഇത്രയും നാൾ ഞാൻ ജീവിച്ച് തൊഴിൽ ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്നത് ഈ ഫോട്ടോഗ്രാഫിയിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ബോർഡ് എഴുത്തും ഇതൊക്കെ ഫ്ലെക്സ് ആയതിൽ പിന്നെയാണ് ബോർഡ് എഴുത്ത്, ബാനർ, ഫോട്ടോ വരെയൊന്നും ഇല്ലാതായി. ഫോട്ടോഗ്രാഫി പഠിച്ചുകൊണ്ടാൽ തന്നെ സ്റ്റുഡിയോ വരുമായിരുന്നു? അതോ എവിടെയെങ്കിലും പോയി ട്രെയിനിങ് ആയിട്ടാണോ സ്റ്റുഡിയോയുടെ? ഞാൻ ചിങ്ങവനത്താണ് ഫോട്ടോഗ്രാഫി പഠിച്ചത്. അത് കഴിഞ്ഞ് അങ്ങനെ പ്രസന്റ് സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തു. പിന്നെ പാല ജെയിൻ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തു. പിന്നെ മുക്കുട്ടുതറ ചിത്ര സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കോട്ടയത്ത് ഒരു സ്റ്റുഡിയോ വർക്ക് ചെയ്തു. പിന്നെ പല ആൾക്കാരുടെ പേർക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് എനിക്ക് സ്വന്തമായിട്ടൊന്നും തുടങ്ങണമെന്ന് തോന്നി. അങ്ങനെയാണ് വാഗത്താനത്ത് ഞാൻ അവിടെ അന്ന് വാഗത്താനത്ത് സ്റ്റുഡിയോകളൊന്നുമില്ല. ചെറുപ്പത്തിലുള്ള ആഗ്രഹമായിരുന്നു. മൈക്ക് സെറ്റിനോട് വലിയൊരു താല്പര്യമുണ്ടായിരുന്നു. അത് 80 തുടങ്ങിയതാണ് മൈക്ക് സെറ്റ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. എല്ലാവിധ സാമഗ്രികളും ഉണ്ട്. നല്ല രീതിയിൽ തന്നെ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ആദ്യമേ തന്നെ ഒരു 4 സ്പീക്കറും അതുപോലെ തന്നെ 2 മൈക്കുമായിട്ട് തുടങ്ങിയാണ്. ഇപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള സാമഗ്രികളുണ്ട്. ആദ്യമേ 4000 രൂപയ്ക്ക് തുടങ്ങി. ഇപ്പോൾ ഞാനൊരു 20 ലക്ഷം രൂപയുടെ സാധനം എൻ്റെ കയ്യിലുണ്ട്.
അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. ആവശ്യത്തിനുള്ള ജനറേറ്ററുകൾ, ആംബുലൻസുകൾ, മൈക്കുകൾ ഒക്കെ പുതിയത് വരുന്നതനുസരിച്ച് ഇപ്പോഴും എടുത്തുകൊണ്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് ഭാര്യയും 3 മക്കളുമാണ് ഉള്ളത്. 3 മക്കളും കല്യാണം കഴിച്ചു. എല്ലാവർക്കും മൂത്തയാളിന് 2 പിള്ളേർ, രണ്ടാമത്തെ മകളാണ്, മകൾക്ക് 2 പിള്ളേർ, ഇളയത് ഒരു മകന്, അവന് ഒരു കൊച്ചൻ. ഇങ്ങനെ കുടുംബം നല്ല രീതിയിൽ പോകുന്നു. മൂത്തയാൾ വേറെ താമസിക്കുന്നു, ഇളയാളെ എൻ്റെ കൂടെ താമസിക്കുന്നു, മകളെ കല്യാണം കഴിച്ചു വിട്ടു. സുഖമായിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കും. മക്കളെല്ലാം എൻ്റെ കൂടെ സഹകരിച്ച് നിൽക്കുന്നു. മൂത്തയാൾ എൻ്റെ കൂടെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ വന്നുകൊണ്ടിരുന്നു. ഇളയ മകനെ ബിലിവേഴ്സിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അവൻ്റെ ഭാര്യ സൗദി വർക്ക് ചെയ്യുന്നു. മൂത്തയാളിൻ്റെ ഭാര്യ എൻ്റെ കുടുംബത്തിൽ സുഖമായിരിക്കുന്നു. മൂത്ത മകൻ ഇപ്പോൾ ഷാർജയിലാണ്. അങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു. 3 തലമുറകളുടെ ചിത്രം പകർത്തിയ പാപ്പച്ചായനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്കും ഭാവുകങ്ങൾ നേരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്